ഹലോ കിസാൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ തഞ്ചാവൂരുള്ള രാജലി ബേർഡ് പാർക്കിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഈ രാജലി ബേർഡ് പാർക്ക് വന്നിട്ട് നമ്മുടെ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ രാജലി ബേർഡ് പാർക്ക് ഉള്ളത്. തഞ്ചാവൂർ വരെയാണെങ്കിൽ ഈ ബേർഡ് പാർക്കും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ല കിടിലൻ സ്പോട്ടാണ്. ഈ രാജലി ബേർഡ് പാർക്ക് എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6:30 വരെ ഇവിടെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും സാധാരണ ബേർഡ്സിൻ്റെ ഇതൊക്കെ ആണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, നല്ല ബേർഡ്സായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും അതിൻ്റെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 150 രൂപയാണ്. പിന്നെ കുട്ടികൾക്ക് ഇവിടുത്തെ ഹൈറ്റിനനുസരിച്ചാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത്. അതായത് 90 കൂടുതൽ സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള കുട്ടികൾക്കാണ് ഇവിടെ ടിക്കറ്റ് എടുക്കണം, അല്ലാത്തവർക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളിവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഇവിടെ പക്ഷിക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാം. ഒരേനം പുല്ലാണ്. നമുക്കിതിവിടെ ഹാൻഡ് ഫീഡ് ചെയ്യാം. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഈ ഒട്ടകപ്പക്ഷി വന്ന് നമുക്ക് കഴിക്കുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ ക്യാമറയും കൂടി ഇരുന്നോട്ട് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഒട്ടകപ്പക്ഷിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ പ്രാവിൻ്റെ ഒരു സെക്ഷനുണ്ട്. പിന്നെ ചില പ്രാവിൻ്റെയൊക്കെ അടുത്ത് ഇതേപോലെ കൂടുണ്ട്. അവിടെയൊക്കെ ഈ പ്രാവുകളൊക്കെ മുട്ടയിട്ട് അത് അടയിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ പ്രാവും അങ്ങനത്തെ കുറേ സെക്ഷൻസ് നമ്മുടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ നമുക്ക് ചെറിയ ബേർഡ്സിൻ്റെ ഏവിയറി സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ചെന്ന് കയറുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ലവ് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. അവർ നമ്മൾ കയറുമ്പോഴത്തേക്കും കയ്യിൽ കുറച്ച് തിന തരും. ഈ നമ്മൾ തിനയും കൊണ്ട് ഇതിൻ്റെ ഇഷ്ടമുള്ള പൊസിഷനിൽ പോയിട്ട് ജസ്റ്റ് കൈ തുറക്കുമ്പോൾ തന്നെ എല്ലാ കിളികളും നമ്മുടെ കയ്യിലെടുത്തോട്ട് ഓടി വരും. പിന്നെ ഇതൊക്കെ മുമ്പ് ഹാൻഡ് ഫീഡ് ചെയ്തിട്ടുള്ളവർക്കൊന്നും ഇത് അത്ര വല്ല കൗതുകമായിട്ട് തോന്നില്ല. പക്ഷേ എനിക്കിത് ആദ്യത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ലൊരു കൗതുകവും നല്ല എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ബേർഡ്സും കൂടി പറന്നു വന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക തന്നെ എൻ്റെ തൊട്ട് സൈഡിൽ കോക്ടെയിൽ വന്നിരുന്നു. അതിൻ്റെ ഒരു വല്ലാത്ത ഇതായിരുന്നു. അത് ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ലെങ്കിലും ജസ്റ്റ് എൻ്റെ ഷോൾഡറിൽ വന്ന് ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതൊക്കെ കഴിക്കണ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാ കിളികളും വന്ന് നോക്കിയിട്ട് ജസ്റ്റ് അങ്ങ് പറന്നുപോയി. പിന്നെ വേറെ ആൾക്കാർ ഫുഡും കൊണ്ട് വരുമ്പോഴത്തേക്കും അവരെ കൂട്ടത്തിൽ അങ്ങ് ഇത് പറന്നു പോയി ഇതേപോലെ കഴിക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടുത്തെ കാഴ്ച കണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ കാണുന്നത് ഇഷ്ടം പോലെ ഒരു കോഴിയുടെ ഒരു സെക്ഷനാണ്. ഇവിടെ പല ഇനത്തിലുള്ള പല വെറൈറ്റി കോഴികൾ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ചെറിയ കോഴി, വലിയ കോഴി, അങ്ങനെ ഇഷ്ടം പോലെ കോഴികൾ നമുക്കിവിടെ കാണാം. പൂവൻകോഴിയൊക്കെ പല ഇനത്തിലുള്ള പൂവൻകോഴികൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ടർക്കി കോഴികളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും.
നമുക്കിതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ ഒരു വാഷ്റൂം അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ടോയ്ലറ്റ് എന്തെങ്കിലും പോകണമെങ്കിൽ തന്നെ ഇവിടെ ലേഡീസിനും ജെൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവർ വാഷ്റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു മുയലിനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ ഇവിടെ ഒരു മുയലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് എൻട്രി ഉള്ളൂ. കുട്ടികളൊക്കെ വന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുയലുമായിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്തന്നെ നമുക്ക് ബേർഡ് ഐ വരെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ളത് ഫുള്ളും നമ്മുടെ മക്കാവോയും അങ്ങനത്തെ കുറേ പാരറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പക്ഷേ എന്തായാലും നല്ലൊരു ഫീലായിരുന്നു. കാരണം ഈ മക്കാവൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുകയും തോളിലൊക്കെ വന്നിരിക്കുന്നതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വെള്ള മക്കാവ് വന്നിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 20 രൂപ എടുത്തുകൊണ്ട് പോയി അത് ദൂരെ കൊണ്ടുപോയിട്ട് കടിച്ചടിച്ച പകുതി കീറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്റ്റാഫ് തന്നെ വന്ന് മക്കാവ് 20 നോട്ട് വാങ്ങിച്ചു തന്നായിരുന്നു. കുറേ ഫുഡൊക്കെ വെച്ച് കാണിച്ചിട്ടൊക്കെയാണ് ആ രൂപ തിരിച്ചവർ വാങ്ങിച്ചു തന്നത്. ഇതാണ് ആ മക്കാവ് കിളി എൻ്റെ കയ്യിൽ നിന്ന് എടുത്തത്. വേറെ പോക്കറ്റിൽ ഞാൻ പിന്നെ വേറെ നോട്ട് വെക്കാത്തതുകൊണ്ട് ഉള്ള ചില്ലറ രൂപയാണ് അത് എടുത്തുകൊണ്ട് അങ്ങ് പോയത്. ഇതാണ് ആ മക്കാവ് എന്നെ വിട്ട് മാറാതെ ഇങ്ങനെ ചുറ്റി കറങ്ങി എൻ്റെ പോക്കറ്റിൽ നിന്ന് രൂപ എടുക്കുകയും പിന്നെ ബാഗിൻ്റെ വള്ളിയൊക്കെ കടിച്ച് പിടിച്ചൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആ ഒരു മക്കാവ് ഇതായിരുന്നു. ഇത് പിന്നെ ഇടയ്ക്ക് ഫുഡ് പിന്നെ അവർ തന്ന ആ ഒരു സൺഫ്ലവറിൻ്റെ ആ ഒരു സീഡ് കൊടുത്തപ്പോഴത്തേക്കും അത് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ തഞ്ചാവൂരുള്ള രാജലി ബേർഡ് പാർക്കിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ തഞ്ചാവൂർ വരികയാണെങ്കിൽ തഞ്ചാവൂരുള്ള ഈ രാജലി ബേർഡ് പാർക്കും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടിലൻ സ്പോട്ടായിരിക്കും. ഈ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടും കൂടിയാണ് ഈ രാജലി ബേർഡ് പാർക്ക്. വേറെ 150 രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.